എക്സാമിന് മുമ്പായി ഞങ്ങളുടെ കോളേജിൽ ഒരാഴ്ചത്തെ സ്റ്റഡി ലീവ് കിട്ടി. ഭൂരിഭാഗം വിദ്യാർത്ഥികളും പഠിക്കാൻ ഹോസ്റ്റൽ വിട്ട് വീട്ടിലേക്ക് പോയി. ഞാൻ ഉൾപ്പെടെ ചിലർ മാത്രമാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ഹോസ്റ്റലിൽ ഇരുന്നാൽ നന്നായി പഠിക്കാൻ കഴിയുമെന്ന് കരുതി. ഓരോരുത്തർക്കും അവരുടെ സ്വന്തം റൂട്ടീൻ ഉണ്ടായിരുന്നു. ചിലർ പകൽ പഠിച്ചു. എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ രാത്രി ഇരുന്നു പഠിക്കുകയായിരുന്നു. അവൾ മാത്രമേ ആ മുറിയിലുണ്ടായിരുന്നുള്ളൂ. അവളുടെ ടേബിളിന്റെ മുൻപിൽ ഒരു ജനലുണ്ടായിരുന്നു, അത് തുറന്നിട്ടേക്കുകയായിരുന്നു. ഞങ്ങളെല്ലാം പഠനം മതിയാക്കി ഉറങ്ങിയിരുന്നു. ഹോസ്റ്റൽ പൂർണ്ണമായും ശാന്തമായിരുന്നു. പെട്ടെന്ന് വെറുതെ അവൾ വെളിയിലേക്ക് ഒന്ന് നോക്കി. അവൾ ജാലകത്തിനപ്പുറത്ത് ഒരു ചെറിയ പെൺകുട്ടി പന്ത് കളിക്കുന്നതായി കണ്ടു. പെട്ടെന്നു അവൾ വാച്ച് എടുത്തു നോക്കി. ഏതാണ്ട് 2 മണിയോടെയായി. അവൾ ഒന്ന് ഞെട്ടി. ഇപ്പോൾ രാത്രി 2 മണിയല്ലേ? ഒരു കുഞ്ഞ് ഈ സമയത്ത് ഒറ്റയ്ക്കു എങ്ങനെ വന്നു? അവിടെ ആശങ്കയോടെ വീണ്ടും അവൾ പുറത്തേക്ക് നോക്കി. കുട്ടിയോടൊപ്പം മറ്റാരെങ്കിലും കാണാമോ എന്ന്. പക്ഷേ അങ്ങനെ ആരെയും കാണുന്നുള്ള. ഒപ്പം നേരത്തെ കണ്ട കുട്ടിയെയും കാണുന്നില്ല. അവൾ പേടിച്ച് വിറച്ചു പെട്ടെന്ന് പോയി. പക്ഷേ ആ രാത്രി നന്നായി ഉറങ്ങാനായില്ല. അടുത്ത ദിവസം രാവിലെ അവൾ ഞങ്ങളുടെ മുറിയിലേക്ക് വന്നു. സംഭവമൊക്കെ ഞങ്ങളോട് പറഞ്ഞു. നിങ്ങളാരെങ്കിലും ആ കുട്ടിയെ കണ്ടോ എന്ന് അവൾ ചോദിച്ചു. ഞങ്ങൾ മുഴുവനും ഭയപ്പെട്ടുപോയി. കാരണം ഞങ്ങൾ ആരും ഇന്നുവരെ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടില്ല. ഞങ്ങൾ എല്ലാവരും പഴയ വാർഡന്റെ മുറിയിലേക്ക് പോയി. ഹോസ്റ്റലിലോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചു. വാർഡന്റെ മറുപടി കേട്ട് ഞങ്ങൾ പേടിച്ചുപോയി. ഇവിടെ ഒരിടത്തും ഒരു കുഞ്ഞുമില്ല. കുട്ടികളോടുകൂടിയ കുടുംബങ്ങളും ഇല്ല. ഈ സംഭവത്തെപ്പറ്റി മറ്റാരോടും പറയരുത്. കുട്ടികൾ ഭയപ്പെടും, അവർ പറഞ്ഞു. അന്ന് രാത്രി ആരെയാണോ കണ്ടത്, എവിടെ നിന്നാണോ അവൾ വന്നത്, അതൊന്നും ഞങ്ങൾക്കിന്നും അറിയില്ല. പക്ഷേ ആ രാത്രി ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല. മറ്റൊരു അനുഭവ കഥയുമായി നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ. നന്ദി. ഇതുപോലെയുള്ള രസകരമായ കഥകൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.